വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. എൻ്റെ പ്രീവിയസ് എപ്പിസോഡ് ഒരു കമ്പനിയുടെ നെറ്റ്വർത്തിനെ കുറിച്ചും അതുപോലെ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂവിനെ കുറിച്ചുമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് കുറച്ച് ടേംസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആ ടേംസ് എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുമ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ട് നമ്പേഴ്സാണ്. ആ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ പ്രോഫിറ്റും. ഒരു കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിനെ തന്നെയാണ് നമ്മൾ ആ കമ്പനിയുടെ നെറ്റ് സെയിൽസ് എന്നോ അല്ലെങ്കിൽ ടോപ്പ് ലൈൻ എന്നോ പറയുന്നത്. അതുപോലെ ഒരു കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ബോട്ടം ലൈൻ എന്നോ പറയുന്നത്. ഇനി ഒരു കമ്പനിയുടെ മെയിൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും അതുപോലെ ഡയറക്റ്റ് എംപ്ലോയീസിൻ്റെ കോസ്റ്റൊക്കെയാണ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിൽ റെൻറ്റും കമ്മീഷൻസ് ഒക്കെയാണ് വരുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നത്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ റണ്ണിങ് കോസ്റ്റ് ആണ്, അല്ലാതെ ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ല. ഇനി ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ്. കാരണം ബാക്കി എക്സ്പെൻസസ് എല്ലാം പ്രെഡിക്റ്റബിൾ ആണ്. ഇനി ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ്. ഇനി ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്നല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഇൻകത്തിനാണ് അതർ ഇൻകം എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു IT കമ്പനി അവർ യൂസ് ചെയ്യാത്ത അവരുടെ ഒരു ഓഫീസ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത് അവരുടെ അതർ ഇൻകത്തിലായിരിക്കും കാണിക്കുന്നത്. അതുപോലെ അവരിപ്പം ആ യൂസ് ചെയ്യാത്ത ഓഫീസ് സ്പേസ് വിൽക്കുകയാണെങ്കിൽ ആ ടോട്ടൽ സെയിൽ വാല്യൂ എന്ന് പറയുന്നതും അതർ ഇൻകത്തിലായിരിക്കും കാണിക്കുന്നത്. അതിനാണ് സെയിൽ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കമ്പനി ഒരു 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കാറിനൊരു ഡെപ്രിസിയേഷൻ മാർക്ക് ചെയ്യണം. സോ അവരിപ്പം 15% ആണ് ആ കാറിന് ഡെപ്രിസിയേഷൻ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ ഒരു വർഷം കഴിയുമ്പം ആ കമ്പനി പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കമ്പനിയുടെ ഡെപ്രിസിയേഷനായ 15%, അതായത് 10 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ വരും. അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെപ്രിസിയേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് അസറ്റ്സ് ആയ ലാൻഡിനും ബിൽഡിങ്ങിനൊക്കെ ഉള്ളതാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡെപ്രിസിയേഷന് അമോർട്ടൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസോ ചെക്ക് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന മറ്റ് ചില ടേംസ് ആണ് ഇതൊക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ ഏറ്റവും പോപ്പുലറും ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് എബിറ്റ ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡെപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നാണ്. ഇനി എബിറ്റയുടെ ഒരു ഓൾട്ടർനേറ്റ് ഫോമാണ് PBDIT, അതായത് പ്രോഫിറ്റ് ബിഫോർ ഡെപ്രിസിയേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. സോ ഒരു ഫൈനാൻസ് വെബ്സൈറ്റ് എബിറ്റയും മറ്റൊരു വെബ്സൈറ്റ് PBDIT ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് എബിറ്റ് ആണ്. എബിറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് ആണ്. എബിറ്റ എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയാണ്. അതിൽ നിന്ന് ഡെപ്രിസിയേഷനും അമോർട്ടൈസേഷനും മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എബിറ്റ് കിട്ടുന്നത്. സോ എബിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് എന്നാണ്. ഇനി എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും, അതായത് PBT. ഫൈനലി PBTയിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് PAT കിട്ടും, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതുതന്നെയാണ് ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ റവന്യൂന്ന് എല്ലാ എക്സ്പെൻസസും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെക്ക് ചെയ്യുമ്പം അതിൽ എബിറ്റ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും ഡെപ്രിസിയേഷനും അമോർട്ടൈസേഷനും കൂടെ ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇതാണ് ശോഭ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മണി കൺട്രോളിലെ ക്വാർട്ടർലി റിസൾട്ട്സ്. സോ ഈ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എബിറ്റ കാണിച്ചിട്ടില്ല. അതപ്പോൾ നമുക്ക് മാനുവലി ചെക്ക് ചെയ്യാം. ശോഭയുടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ 2019 ക്വാർട്ടറിലെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 883 crores ആണ്. അവരുടെ ആ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 73 crores ആണ്. സോ എബിറ്റ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ടാക്സും ഇൻട്രസ്റ്റും ഡെപ്രിസിയേഷനും കൂടെ ആഡ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 73.2 crores ആണ്. ടാക്സ് എന്ന് പറയുന്നത് 43.2 crores ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 170 crores ആണ്. ഇനി ഫൈനലി ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത് 18.2 crores ആണ്. സോ ആ 4 ഫിഗറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 304.6 crores ആണ്. അതുതന്നെയാണ് ശോഭയുടെ ഡിസംബർ 2019 ക്വാർട്ടറിലെ എബിറ്റ എന്ന് പറയുന്നത്. ഇനി അവരുടെ എബിറ്റ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 304.6 crores അവരുടെ ടോട്ടൽ റവന്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അറൗണ്ട് 34% ആണ്. സോ ശോഭയുടെ ആ ക്വാർട്ടറിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നതും ഏകദേശം 34% ആണ്.
ഇനി ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും, സ്റ്റാൻഡ് അലോണും കൺസോളിഡേറ്റഡും. ഫോർ എക്സാമ്പിൾ, ഞാൻ ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ ഡിസംബർ 2019 എൻഡ് ചെയ്ത ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 73.2 crores ആയിരുന്നു എന്നുള്ളത്. അതെന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ആയിരുന്നു. ഇനി അവരുടെ ആ ക്വാർട്ടറിലെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് 76.2 crores ആണ്. ഇനി അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സിൽ ശോഭ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ റിസൾട്ട്സ് മാത്രമേ അതിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഇനി കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവർക്കിപ്പോൾ ഒരു ഫോറിൻ സബ്സിഡിയറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ പ്രോഫിറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ടാറ്റ മോട്ടോഴ്സ് റിസൾട്ട്സ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം അവരുടെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പം 1000 crores ആയിരുന്നിരിക്കാം. പക്ഷേ കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ലോസും ആയിരിക്കാം, ചിലപ്പം ഒരു 4000 crores. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇന്ത്യൻ ബിസിനസ് എന്ന് പറയുന്നത് അത് പ്രോഫിറ്റബിൾ ആണെന്നും പക്ഷേ അതിൽ ജാഗ്വർ ആൻഡ് ലാൻഡ് റോവറിൻ്റെ റിസൾട്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്നുമാണ്. അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 crores. ഇനി റിലയൻസ് ജിയോയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,500 crores ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് 12,500 crores ആയിരിക്കും. കാരണം റിലയൻസ് ജിയോ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു 100% സബ്സിഡിയറി ആണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് റിലയൻസ് ജിയോയുടെ 10% സ്റ്റേക്ക് ഫേസ്ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ വരുമ്പം റിലയൻസ് ജിയോയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,500 crores ആണെങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കൺസോളിഡേറ്റഡ് റിസൾട്ട്സിൽ 12,250 crores മാത്രമേ കാണിക്കത്തുള്ളൂ. കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിന് റിലയൻസ് ജിയോയുടെ 100% സ്റ്റേക്ക് അല്ല 90% സ്റ്റേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കമ്പനിയുടെ റിസൾട്ട്സോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ അനലൈസ് ചെയ്യുമ്പം അവരുടെ കൺസോളിഡേറ്റഡ് ഫിഗേഴ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലാതെ സ്റ്റാൻഡ് അലോൺ ഫിഗേഴ്സ് അല്ല. അതുപോലെ തന്നെ ഒരു കമ്പനി റിസൾട്ട്സ് അനൗൺസ് ചെയ്യുമ്പം അവരുടെ അതർ ഇൻകം ചെക്ക് ചെയ്യുക. കാരണം ആ അതർ ഇൻകം എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇൻകം ആയിരിക്കാം, പക്ഷെ നമ്മൾ ആ കമ്പനിയുടെ പി മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുമ്പം അത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമിനെ പറ്റിയാണ് പി റേഷ്യോ. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.